നമസ്കാരം. മഹീന്ദ്ര ആൻഡ് മുഹമ്മദ് എന്ന പേരിൽ അവിഭക്ത ഇന്ത്യയിൽ 1945 ഒക്ടോബർ മാസം 2-ാം തീയതി സ്ഥാപിതമായ കമ്പനി എങ്ങനെയാണ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര എന്ന് പേര് മാറിയതും പിന്നീട് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ വ്യവസായ ശൃംഖലകളിൽ ഒന്നായിട്ട് മാറിയതും നമുക്കിന്ന് ആ ചരിത്രമാണ് പരിശോധിക്കുന്നത്. 1945 ഒക്ടോബർ മാസം 2-ാം തീയതിയാണ് കൈലാഷ് ചന്ദ്ര മഹീന്ദ്രയും സഹോദരനായ ജഗദീഷ് ചന്ദ്ര മഹീന്ദ്രയും ചേർന്ന് ഒരു കമ്പനി സ്ഥാപിക്കാനുള്ള ആലോചന പൂർത്തീകരണത്തിലെത്തിയത്. അപ്പോൾ നാട്ടുകാരനും സുഹൃത്തുമായ മാലിക് ഗുലാം മുഹമ്മദിനെ കൂടെ കമ്പനിയുടെ ഭാഗമായി ചേർത്തു. വളരെ ചുരുങ്ങിയ ഷെയർ മാത്രമേ മാലിക് ഗുലാം മുഹമ്മദിൻ്റെ കൈവശമുണ്ടായിരുന്നുള്ളൂ എങ്കിലും കമ്പനിയുടെ പേര് മഹീന്ദ്ര ആൻഡ് മുഹമ്മദ് കമ്പനി എന്ന് തന്നെ ചേർത്തു. 1940കളിൽ മുസ്ലിം ഭൂരിപക്ഷ പാകിസ്ഥാൻ രാജ്യത്തിന് വേണ്ടി ഒരു വിഭാഗം ആവശ്യമുന്നയിക്കുമ്പോൾ എല്ലാ ജാതി മതക്കാരും ഒത്തൊരുമിച്ച് ജീവിക്കുന്ന ഭാരതമാണ് മഹീന്ദ്രമാർ സ്വപ്നം കണ്ടത്. അതിൻ്റെ പ്രതീകമെന്നോണമാണ് തങ്ങളുടെ കമ്പനിയുടെ പേര് മഹീന്ദ്ര ആൻഡ് മുഹമ്മദ് എന്ന് മഹീന്ദ്രമാർ നാമകരണം ചെയ്തത്. ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് കൂടിയായിരുന്ന മാലിക് ഗുലാം മുഹമ്മദ് 2-ാം ലോകമഹായുദ്ധകാലത്ത് ബ്രിട്ടീഷ് സർക്കാരിൽ പർച്ചേസ് വിഭാഗത്തിൻ്റെ കൺട്രോളർ ജനറലായി പ്രവർത്തിച്ചിരുന്നു. കമ്പനിയുടെ സാമ്പത്തിക ഇടപാടുകളിൽ സഹായിക്കുക എന്ന ലക്ഷ്യം കൂടെ മാലിക് ഗുലാം മുഹമ്മദിനെ തങ്ങളുടെ കമ്പനിയിലേക്ക് ചേർക്കുമ്പോൾ മഹീന്ദ്രമാർക്ക് ഉണ്ടായിരുന്നു. മുസ്ലിം ഭൂരിപക്ഷ പാകിസ്ഥാന് വേണ്ടി സമ്മർദ്ദം കൂടി വരുമ്പോഴാണ് ഇരു മതക്കാരെയും കൂട്ടി നിർത്തിക്കൊണ്ടുള്ള മഹത്തായ മതേതര സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മഹീന്ദ്ര കമ്പനി ഒരു മുസ്ലിമായ മാലിക് മുഹമ്മദിനെ വലിയ മുതൽമുടക്കൊന്നും ഇല്ലായിരുന്നെങ്കിലും കൂടെ കൂട്ടി ചേർത്ത് നിർത്തിയത്. ഒരു മതേതര രാജ്യമായ ഇന്ത്യയുടെ മതേതരത്വം തങ്ങളുടെ കമ്പനിയിലൂടെ ഊട്ടിയുറപ്പിക്കുക എന്നതായിരുന്നു മഹീന്ദ്രമാർ സ്വപ്നം കണ്ടത്. ഗുലാം മുഹമ്മദിനെ ബഹുമാനിച്ചുകൊണ്ട് തന്നെയാണ് കമ്പനിയുടെ പേര് മഹീന്ദ്ര ആൻഡ് മുഹമ്മദ് കമ്പനി എന്ന് നാമകരണം ചെയ്തത്. ഗുലാം മുഹമ്മദ് നേരത്തെ ഭോപ്പാൽ നവാബായിരുന്ന ഹമീദുള്ള ഖാൻ്റെ അഡ്മിനിസ്ട്രേറ്ററായും ഹൈദരാബാദ് നൈസാമിൻ്റെ ഉപദേശകനായും പ്രവർത്തിച്ചിരുന്നു. എന്നാൽ ഇന്ത്യ വിഭജനത്തോടെ കമ്പനിയിൽ നിന്നുള്ള തൻ്റെ പങ്ക് കൈപ്പറ്റി മുഹമ്മദ് പാകിസ്ഥാനിലേക്ക് പോവുകയും അവിടുത്തെ ആദ്യത്തെ ധനകാര്യമന്ത്രിയായി മാറുകയും ചെയ്തു. അയ്യൂബ് ഖാൻ കൊല്ലപ്പെട്ടതോടെ പാകിസ്ഥാൻ്റെ ഗവർണർ ജനറലായിരുന്ന ഖാജ നസീബുദ്ദീൻ മാലിക് ഗുലാം മുഹമ്മദിനെ തൻ്റെ സ്ഥാനത്ത് ഗവർണർ ജനറലായി നിയമിക്കുകയും സ്വയം പ്രധാനമന്ത്രിയായി അവരോധിക്കുകയും ചെയ്തു. മറുഭാഗത്ത് മഹീന്ദ്ര ആൻഡ് മുഹമ്മദ് കമ്പനി 1948 മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയായി മാറ്റി രജിസ്റ്റർ ചെയ്യുകയും പ്രതിസന്ധികളിൽ നിന്ന് പതുക്കെ കരകയറുകയും ചെയ്തു. 1949 മഹീന്ദ്ര കമ്പനി വില്ലീസ് CJ3A ഓഫ് റോഡ് ജീപ്പുകൾ നിർമ്മാണം ആരംഭിച്ചു. ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ ട്രാക്ടർ നിർമ്മാതാക്കൾ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര കമ്പനിയാണ്. രാജ്യത്തെ ഓഫ് റോഡ് വാഹന ഉടമകളിൽ വലിയ പങ്കും മഹീന്ദ്ര ഉപഭോക്താക്കളാണ്. സ്ഥാപകരായ JC മഹീന്ദ്രക്കും KC മഹീന്ദ്രക്കും ശേഷം കേശവ മഹീന്ദ്രയുടെ നീണ്ട 48 വർഷക്കാലത്തെ നേതൃത്വമാണ് കമ്പനിയെ ഇന്നത്തെ അവസ്ഥയിലേക്ക് വളർത്തിയത്. പാകിസ്ഥാൻ ഗവർണർ ജനറലായി ചുമതലയേറ്റ ശേഷം പഴയ മാലിക് മുഹമ്മദ് ഇന്ത്യയിൽ വന്ന് മഹീന്ദ്രമാരുടെ മാതാവിനെ സന്ദർശിക്കാൻ മറന്നില്ല. ഇന്ത്യയെ ഒന്നായി കാണാനും അതിനുവേണ്ടി മതേതരത്വത്തിൻ്റെ മഹത്തായ ആശയങ്ങളിലൂടെ വിത്തിട്ട് മുളപ്പിച്ച കമ്പനിക്ക് ഒരിക്കലും കാലിടറിയിട്ടില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഫോളോ ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നന്ദി, നമസ്കാരം.